Hello all, welcome back to my channel. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ ചാപ്റ്റർ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കോമ്പോണൻറ്റ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടറിന് മെയിൻലി 2 കോമ്പോണൻറ്റ്സ് ഉണ്ട്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഫിസിക്കൽ കോമ്പോണൻറ്റ്സ് ആണ്. കമ്പ്യൂട്ടറിൽ നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് ടാഞ്ചിബിൾ ആയിട്ടുള്ള എല്ലാ പാർട്സിനെയും ഹാർഡ്വെയർ എന്ന് പറയും. സോഫ്റ്റ്വെയർ എന്താണ്? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ഹാർഡ്വെയർ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഇതാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഹാർഡ്വെയറിനെ പറ്റി ഡീറ്റെയിൽ ആയി നോക്കാം. ദ ടേം ഹാർഡ്വെയർ റിപ്രസെൻറ്റ്സ് ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ടാഞ്ചിബിൾ ആയിട്ടും എന്ന് വെച്ചാൽ ടച്ച് ചെയ്യാൻ പറ്റുന്നതും വിസിബിൾ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നതുമായിട്ടുള്ള പാർട്സാണ് കമ്പ്യൂട്ടറിലെ. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെയാണ് ഹാർഡ്വെയർ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന കോമ്പോണൻറ്റ്സ് എന്ന് നോക്കാം. പ്രോസസ്സർ എന്ന് പറയുന്നത് എന്താണ്? CPU ഇല്ലേ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. യെസ്, അതാണ് പ്രോസസ്സർ. കമ്പ്യൂട്ടിംഗ്, ഡെസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻസും അതേപോലെ ഒരു കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും CPU ആണ്. ഇനി നോക്കേണ്ടത് CPUവിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻറ്റൽ കോർ i3, കോർ i5, കോർ i7 ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം, രജിസ്റ്റേഴ്സ്. നമ്മൾ പറഞ്ഞു ഇതിന് മുമ്പത്തെ ചാപ്റ്ററിൽ ടെമ്പററി സ്റ്റോറേജ് എലിമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ. അതായത് സ്റ്റോറേജ് ലൊക്കേഷൻസ് ഇൻസൈഡ് CPU ആണ്, ടെമ്പററി ആണ്. ഇതിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റേഴ്സ് നോക്കാം. അക്യുമുലേറ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റേഴ്സിൻ്റെ പേരുകൾ നോക്കണം. അക്യുമുലേറ്റർ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ALU ആണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ടു പെർഫോം അരിത്മെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ. ആ ഒരു പോയിന്റ് ഓർക്കാം. മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ പേര് തന്നെയുണ്ട്, ഇറ്റ് സ്റ്റോർസ് അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹോൾഡ്സ് ഡാറ്റ either to be written or read from memory. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ പേര് തന്നെയുണ്ട്, ഇൻസ്ട്രക്ഷൻസ് ടു ബി എക്സിക്യൂട്ടഡ് ബൈ പ്രോസസ്സർ ആർ സ്റ്റോർഡ്. പ്രോഗ്രാം കൗണ്ടർ, ഇറ്റ് ഹോൾഡ്സ് അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. സോ ഇത്രയും പോയിന്റ്സ് ഒന്ന് നോക്കാം. നെക്സ്റ്റ് മദർ ബോർഡ്, ഇതാണ് ലാർജ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. ദെൻ പെരിഫറൽസ് എന്താണ്, പോർട്സ് എന്താ നോക്കാം. പെരിഫറൽസ് ആർ ഡിവൈസസ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടറിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഡിവൈസസിനെ പെരിഫറൽസ് എന്ന് പറയും. പോർട്സ് എന്താ നോക്കാം. പോർട്സ് ആർ യൂസ്ഡ് ടു കണക്ട് എക്സ്റ്റേണൽ ഡിവൈസസ്. പുറത്തുനിന്നുള്ള ഡിവൈസസ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പോർട്സ്. കുറേ സ്ഥലങ്ങളുണ്ടാവുമല്ലോ കമ്പ്യൂട്ടറിൽ. ഇപ്പോൾ നമ്മുടെ ഫോൺ എടുത്താൽ ചാർജർ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഹോൾ, അതേപോലത്തെ സ്ഥലങ്ങളെയാണ് പോർട്സ് എന്ന് പറയുന്നത്. അവിടെ പിക്ചറുണ്ട്, അതാണ്. സീരിയൽ പോർട്ട്, പാരലൽ പോർട്ട്, USB പോർട്ട്, LAN പോർട്ട്, PS/2, ഓഡിയോ പോർട്സിൽ വരുന്നത് ലൈൻ ഇൻ, ലൈൻ ഔട്ട്, മൈക്ക് ഇൻ. ദെൻ വീഡിയോ ഗ്രാഫിക്സ് അറേ പോർട്ട്, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്, HDMI. ഫുൾ ഫോം ചോദിക്കാറുണ്ട് HDMIയുടെ. സോ ഇത്രയാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് വൺ മെമ്മറി എന്താ നോക്കാം. ഇതിൽ ഈ ഒരു ചെറിയ ടേബിൾ അല്ല, ഇത് നോക്കണം. ബൈനറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 1 ബിറ്റ്. ഇതിൽ 1 ബൈറ്റ് എന്താണ്, 8 ബിറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ 1 MB 1024 KB, ആ ഒരു 1024ൻ്റെ ആ ഒരു മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. ദെൻ പ്രൈമറി സ്റ്റോറേജിൽ വരുന്നതാണ് 3 റാം, റോം ആൻഡ് ക്യാഷ്. റാം എന്ന് പറയുന്നത് മെയിൻ മെമ്മറിയാണ്. ഓക്കെ, അതേപോലെ റാമിനെ പറ്റിയിട്ട് റാമും റോമും ഡിഫറൻസ് നോക്കുമ്പോൾ അതിൽ ഡീറ്റെയിൽ ആയി പറയാം. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. ഇപ്പോൾ റോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓർക്കേണ്ട കാര്യം, റാം ഈസ് യൂസ്ഡ് ഇൻ മോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ടു ഹോൾഡ് എ സ്മോൾ സ്പെഷ്യൽ പീസ് ഓഫ് ബൂട്ടപ്പ് പ്രോഗ്രാം. അപ്പോൾ ഒരു ബൂട്ടപ്പ് പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ട് പറയുന്നത് റോം ആണെന്ന് ഓർക്കാം. റോം 3 ടൈപ്സ് ആണ്, പ്രോം, EEPROM, EEPROM. പ്രോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. EEPROM എന്ന് പറഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. EEPROM എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇതിൽ റാമിൻ്റെയും റോമിൻ്റെയും ഡിഫറൻസസ് നോക്കണം. റാം എന്ന് പറയുന്നത് റോമിനേക്കാൾ ഫാസ്റ്റർ ആണ്. അപ്പോൾ റോം എന്തായിരിക്കും, സ്ലോവർ മെമ്മറിയാണ്. റാം എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റോർസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ. മറ്റേതോ
റോം എന്താണ്? ഇറ്റ് സ്റ്റോർസ് പ്രോഗ്രാം റിക്വയർഡ് ടു ബൂട്ട് ദ കമ്പ്യൂട്ടർ ഇനീഷ്യലി. റാമിൽ റീഡിങ്ങും റൈറ്റിങ്ങും ഉണ്ട്. റോം എന്ന് പറയുമ്പോൾ പേര് തന്നെ അറിയാം, റീഡ് ഓൺലി ആണ്, അലൗസ് റീഡിങ് ഓൺലി. റാം ആണ് വോളറ്റൈൽ. വോളറ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈസ് പവർ ഓഫ് ചെയ്താൽ കോണ്ടൻസ് എല്ലാം പോവും. റോം നോൺ വോളറ്റൈൽ ആണ്, കോണ്ടൻസ് പോവില്ല പവർ ഓഫ് ചെയ്താൽ. ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ റാം ആൻഡ് റോം ഇമ്പോർട്ടൻ്റ് ആണ്, ഡിഫറൻസ് പഠിക്കണം. ദെൻ ക്യാഷ് മെമ്മറി. സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് റാം ആണ് ക്യാഷ് മെമ്മറി. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ടെമ്പററി മെമ്മറി ലൊക്കേഷൻസ് ഇൻസൈഡ് സി പി യു ആണ്. ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് റാം ആണ്. സെക്കൻഡറി മെമ്മറി എന്താണെന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അത് പല രീതിയിലുണ്ട്, പല സ്റ്റോറേജ് ഡിവൈസസ് ഉണ്ട്. മാഗ്നറ്റിക് സ്റ്റോറേജ് ഉണ്ട്, അതേപോലെ മാഗ്നറ്റിക്കിൽ വരുന്നതാണ് മാഗ്നറ്റിക് ടേപ്പും ഹാർഡ് ഡിസ്കും. അതേപോലെ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിൽ വരുന്നതാണ് CD, DVD, ബ്ലൂറേ DVD. സെമി കണ്ടക്ടർ സ്റ്റോറേജിൽ വരുന്നതാണ് USB ഫ്ലാഷ് ഡ്രൈവ്, ഫ്ലാഷ് മെമ്മറി കാർഡ്. സോ ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ്. 5 മാർക്സിൻ്റെ SC ആയിട്ട് ചോദിക്കാറുണ്ട് ഇൻപുട്ട് ഡിവൈസസ്. ഇൻപുട്ട് ഡിവൈസ് എന്താ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഫീഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻപുട്ട് ഡിവൈസസ്. നെക്സ്റ്റ് കീബോർഡ്. കീബോർഡാണ് മോസ്റ്റ് കോമൺ ഇൻപുട്ട് ഡിവൈസ്. കീബോർഡിൽ ആൽഫബറ്റ്സ്, നമ്പേഴ്സും ക്യാരക്ടേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് അതിന്ന് ഇൻപുട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കീബോർഡിൽ എന്താ പറയുക, QWERTY ഡിസൈനാണ്. എന്ന് പറഞ്ഞാൽ കീബോർഡിൻ്റെ ആൽഫബറ്റ്സ് നോക്കുമ്പോൾ മുകളിൽ കാണാം QWERTY എന്നുള്ള ലെറ്റേഴ്സാണ് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ വന്നിരിക്കുന്നത്. കീബോർഡ് നോക്കിയാൽ മതി. പിന്നെ കീബോർഡ് വയേർഡ്, വയർലെസ് ഒക്കെ ഉണ്ട്. ദെൻ മൗസ് ഇസ് എ സ്മോൾ ഹാൻഡ് ഹെൽഡ് ഡിവൈസ്. കയ്യിൽ ഉപയോഗിക്കും. കയ്യിൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? നമ്മളെങ്ങനെയാണ് മൗസ് കയ്യിലാണ് പിടിക്കുന്നത്, അങ്ങനെ അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് മൗസ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഇൻഡിക്കേറ്റ് പൊസിഷൻ ഓഫ് എ കഴ്സർ. അതായത് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ ഒരു ആരോ മാർക്കും ഇങ്ങനെ മൂവ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു ആരോ മാർക്കിൻ്റെ അല്ലെങ്കിൽ അതിൽ കാണിക്കുന്ന ആ ഒരു സിമ്പിളിൻ്റെ പൊസിഷൻ നമ്മൾ നീക്കാനായിട്ട് ആണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഇതിലൊരു സ്ക്രോൾ വീലുണ്ടാവും. അപ്പോൾ അത് വെച്ച് നമുക്ക് സ്ക്രീൻ മൂവ് ചെയ്യിക്കാൻ പറ്റും. നെക്സ്റ്റ് ലൈറ്റ് പെൻ. ലൈറ്റ് പെൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, പെൻ പോലത്തെ ഒരു പോയിൻറ്റിങ് ഡിവൈസാണ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് അത് സ്ക്രീനിൽ വരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ടച്ച് സ്ക്രീൻ അറിയാലോ. ഡിസ്പ്ലേ സ്ക്രീനിൽ സിംപ്ലി ടച്ച് ചെയ്താൽ മതി. നമ്മളിന്ന് ATMസിൽ പോലും അതുണ്ട്. സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ്, ലാപ്ടോപ്പിലൊക്കെ ഉണ്ട്. ദെൻ ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഇതിലും ഒരു ഇലക്ട്രോണിക് റൈറ്റിംഗ് ഏരിയ, അതേപോലെ ഒരു സ്പെഷ്യൽ പെന്നൊക്കെ ഉണ്ടാവും. ഈ മറ്റേ നമ്മൾക്ക് വരയ്ക്കാനൊക്കെ ആയിട്ട് ഇതും യൂസ് ചെയ്യാം. ദെൻ ടച്ച് പാഡ്. ടച്ച് പാഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ മൗസിന് പകരം യൂസ് ചെയ്യുന്നതാണ് ടച്ച് പാഡ്. അത് ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മുടെ ഫിംഗർ യൂസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഒരു ഫ്ലാറ്റ് സർഫേസ് ആയിരിക്കും. ഫിംഗർ മൂവ് ചെയ്യിക്കുമ്പോൾ മൗസിൻ്റെ കഴ്സറും നമ്മൾ ഫിംഗർ മൂവ് ചെയ്യുന്ന സെയിം ഡയറക്ഷനിലേക്ക് മൂവ് ആയിക്കോളും. ടച്ച് പാഡിൽ ബട്ടൺ ഉണ്ട്, അത് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ദെൻ ജോയ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ വീഡിയോ ഗെയിംസൊക്കെ പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. സ്റ്റിമുലേറ്റേഴ്സിനെയും റോബോട്ട്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ജോയ്സ്റ്റിക്ക്. ദെൻ മൈക്രോഫോൺ, മൈക്കാണ്. നെക്സ്റ്റ് സ്കാനർ. നമുക്കറിയാലോ, നമുക്ക് ഇൻഫർമേഷൻസ് ലൈക്ക് പിക്ചർ, ടെക്സ്റ്റൊക്കെ സ്കാൻ ചെയ്ത് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് ആക്കാൻ പറ്റുന്നത് സ്കാനർ വഴിയാണ്. ദെൻ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ബാർകോഡ് ക്വിക്ക് റെസ്പോൺസ് കോഡ് റീഡർ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ റീഡർ, ബയോമെട്രിക് സെൻസർ, സ്മാർട്ട് കാർഡ് റീഡർ, ഡിജിറ്റൽ ക്യാമറ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസ് ആണ്. 5 പഠിക്കണം. നെക്സ്റ്റ് ഔട്ട്പുട്ട് ഡിവൈസസ്. മെയിനായിട്ടുള്ളത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, അതായത് നമ്മുടെ മോണിറ്റർ. നെക്സ്റ്റ് വൺ ഇസ് കാത്തോഡ് റേ ട്യൂബ് മോണിറ്റർ, ഫ്ലാറ്റ് പാനൽ മോണിറ്റർ, പല ടൈപ്സ് ഉണ്ട്. പ്രൊജക്ടർ, പ്രിൻ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. ഹാർഡ് കോപ്പി നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ റെസൊല്യൂഷൻ ഇസ് മെഷർഡ് ഇൻ ടേംസ് ഓഫ് DPI, അതും കൂടി ഒന്ന് ഓർക്കുക. പല ടൈപ്സ് പ്രിൻറ്റേഴ്സ് ഉണ്ട്. ഡോട്ട് മാട്രിക്സ് ഉണ്ട്, ഇങ്ക്ജെറ്റ് ഉണ്ട്, ലേസർ പ്രിൻ്റർ ഉണ്ട്.
അതിൽ ഡോട്ട് മാട്രിക്സ് എന്ന് പറയുന്നത് സ്മോൾ ഇലക്ട്രോമാഗ്നറ്റിക്കലി ആക്ടിവേറ്റഡ് പിൻസ് ആണ് ഉപയോഗിക്കുന്നത് ഡോട്ട് മാട്രിക്സ്. നെക്സ്റ്റ് ഇങ്ക്ജെറ്റ് എന്ന് പറയുന്നത് ഇമേജ് ഫോം ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രിൻ്റ് ഹെഡിൽ നിന്ന് കുറച്ച് ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് ഇങ്ക് സ്പ്രേ ചെയ്യുന്നു, അങ്ങനെയാണ്. ലേസർ പ്രിൻ്ററിൽ യൂസ് ചെയ്താൽ നല്ല ക്വാളിറ്റിയിലുള്ള പ്രിൻ്റ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് തെർമൽ പ്രിൻ്റർ. ഇത്രയാണ് ടൈപ്സ് ഓഫ് പ്രിൻറ്റ്സ്. ദെൻ കംസ് പ്ലോട്ടർ. പ്ലോട്ടർ എന്ന് പറയുന്നത് എന്താ പറയുക, ഔട്ട്പുട്ട് ഡിവൈസ് തന്നെയാണ്. ഹാർഡ് കോപ്പീസ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഗ്രാഫ് ഡിസൈനൊക്കെ, അതേപോലെ വലിയ ഗ്രാഫ് മാപ്പൊക്കെ, കൺസ്ട്രക്ഷൻ മാപ്സ്, വലിയ ബിഗ് പോസ്റ്റേഴ്സ്, എൻജിനീയേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രോയിങ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, അതൊക്കെ പ്രിൻറ്റ് ചെയ്യാനാണ് പ്ലോട്ടർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ കുറേ ഉണ്ട് എക്സാമ്പിൾസ്. നെക്സ്റ്റ് വൺ ഈസ് അവർ ഇ വേസ്റ്റ്. ഇ വേസ്റ്റ് എന്താണെന്ന് എപ്പോഴും ചോദിക്കും. ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് നിയറിങ് എൻഡ് ഓഫ് ദെയർ യൂസ്ഫുൾ ലൈഫ്. അതായത് യൂസ്ഫുൾ ലൈഫ് തീരാറായിട്ടുള്ള ഇലക്ട്രോണിക് പ്രൊഡക്ട്സിനെയാണ് ഇ വേസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് ഡിസ്കാർഡഡ് കമ്പ്യൂട്ടേഴ്സ്, ഓഫീസ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്, മൊബൈൽ ഫോൺസ്, TV സെറ്റ്സ്, റെഫ്രിജറേറ്റേഴ്സ്, ഇതെല്ലാം ഇ വേസ്റ്റിൽ വരുന്നതാണ്. ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പഴയതായിട്ടുള്ള വേസ്റ്റ്, ഇലക്ട്രോണിക് വേസ്റ്റ്. നെക്സ്റ്റ് നോക്കേണ്ടത് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് ആണ്. റിയൂസ്, ഇൻസിനറേഷൻ, റീസൈക്ലിംഗ്, ലാൻഡ് ഫില്ലിംഗ്. റിയൂസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് യൂസ് ആണ്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുകയോ മോഡിഫൈ ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കണം. ഇപ്പം നമ്മൾ പഴയ കമ്പ്യൂട്ടേഴ്സൊക്കെ കസിൻസിനൊക്കെ കൊടുക്കും, അതാണ്. ദെൻ ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ഇൻസിനറേറ്റേഴ്സിൽ നല്ല ഹൈ ടെമ്പറേച്ചറിൽ ഈ പറയുന്ന വേസ്റ്റ് കത്തിക്കുന്നതിനെയാണ് ഇൻസിനറേഷൻ എന്ന് പറയുക. ആ വേർഡ് കിട്ടില്ലെങ്കിൽ ബേണിംഗ് എന്നൊരു വേർഡ് യൂസ് ചെയ്യുക. റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കുക പഴയ പ്രൊഡക്ട്സിൽ നിന്ന്, ദാറ്റ് ഈസ് റീസൈക്ലിംഗ്. ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ റെക്കമെൻഡ് ചെയ്യാത്തൊരു മെത്തേഡാണ്. ഇതിൽ സോയിലിൽ കുഴിച്ചിടുന്നു വേസ്റ്റ്. ദെൻ നെക്സ്റ്റ് ഈസ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ചോദിക്കും. സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് എൻവയൺമെൻ്റലി സസ്റ്റൈനബിൾ കമ്പ്യൂട്ടിംഗ് ഓർ IT, ദാറ്റ് ഈസ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. നെക്സ്റ്റ് വൺ ഈസ് സോഫ്റ്റ്വെയർ. 2 ടൈപ്സ് ഉണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇതിൽ ചോദിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ കോമ്പോണൻസ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ്, പ്രോസസ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എസ്സേ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ആക്ട്സ് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഹാർഡ്വെയർ. പിന്നെ പഠിക്കേണ്ടത് ഇറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓപ്പറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ, ഇറ്റ് ആക്ട്സ് ആസ് റിസോഴ്സ് മാനേജർ ഓഫ് കമ്പ്യൂട്ടർ, ഇതൊക്കെ എഴുതാം. മേജർ ഫങ്ഷൻസ് ചോദിക്കാറുണ്ട്. പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റ്. പ്രോസസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? പ്രോസസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാമിംഗ് എക്സിക്യൂഷനാണ്. അതായത് അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ ഓഫ് പ്രോസസ്സസ് എന്നുള്ളതാണ് ഓർക്കേണ്ടത്. മെമ്മറി മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ഇറ്റ് മാനേജസ് പ്രൈമറി മെമ്മറി. ഫയൽ മാനേജ്മെൻറ്റ് എന്ന് ചെയ്യുന്നത് എന്താ ചെയ്യുന്നത്? ടേക്സ് കെയർ ഓഫ് ഫയൽ റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഡിവൈസ് മാനേജ്മെൻറ്റോ പെർഫോംസ് മാനേജ്മെൻറ്റ് ഓഫ് ഡിവൈസസ്. സോ അങ്ങനെ ആ വാക്യത്തിൽ തന്നെ ആൻസേഴ്സ് ഉണ്ട്, അത് വെച്ച് ചെയ്യാം. നെക്സ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റമിൻ്റെ എക്സാമ്പിൾസ് ഇത് ചോദിക്കാറുണ്ട്. DOS, വിൻഡോസ്, യൂണിക്സ്, ലിനക്സ്, മാക് OS X, ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ലാംഗ്വേജ് ഓഫ് പ്രോസസ്സേഴ്സ് ആണ്. മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്, ഇതൊക്കെ വാക്കുകളൊക്കെ ഒന്ന് ഓർക്കുക. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുന്ന 2 ഡിജിറ്റ്സേ ഉള്ളൂ, 0യും 1ഉം. ഇതിനെന്ത് പറയും? ബൈനറി ഡിജിറ്റ്സ് എന്ന് പറയും. സോ ഈ ബൈനറി ഡിജിറ്റ്സ് ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് ആണ് മെഷീൻ ലാംഗ്വേജ്. ദെൻ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് നിമോണിക്സ്, അതായത് ഇപ്പോൾ അഡീഷൻ എന്നുള്ളതിന് ആഡ്, സബ്ട്രാക്ഷൻ ഉള്ളത് സബ്. സോ ഇതൊക്കെ അസംബ്ലി ലാംഗ്വേജിൽ വരും. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല, ഹ്യൂമൻ ബീങ്സിന് മാത്രം മനസ്സിലാവുന്നതാണ്. ഹൈ ലെവൽ ലാംഗ്വേജിന് കുറച്ച് എക്സാമ്പിൾസ് ബേസിക് C++, ജാവ, ഇതൊക്കെയാണ്. ദെൻ കംസ് ലാംഗ്വേജ് പ്രോസസ്സർ, അസംബ്ലർ, ഇൻ്റർപ്രറ്റർ, കമ്പൈലർ. അസംബ്ലർ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ആക്കാൻ യൂസ് ചെയ്യുന്നത്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആഡ്, സബ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ടുള്ള 0, 1ലേക്ക് ആക്കാൻ ഉപയോഗിക്കുന്നത് അസംബ്ലർ. ഇൻ്റർപ്രറ്റർ എന്താണ്?
ഹൈ ലെവൽ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ലൈൻ ബൈ ലൈൻ കൺവേർട്ട് ചെയ്യുന്നത് ഇൻ്റർപ്രറ്റർ. എക്സാമ്പിൾ ബേസിക് ഒരു ഇൻ്റർപ്രറ്റർ ലാംഗ്വേജ് ആണ്. കമ്പൈലർ എന്താ ചെയ്യുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജിലുള്ളതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ആക്കുന്നു. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റയർ പ്രോഗ്രാമിനെ സിംഗിൾ റണ്ണിൽ ഇത് സ്കാൻ ചെയ്യുന്നു. ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞാലോ ലൈൻ ബൈ ലൈൻ ആണ്. ഇതിൻ്റെ എക്സാമ്പിൾ C++, പാസ്കൽ ഇതൊക്കെയാണ് കേട്ടോ. നെക്സ്റ്റ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസിൽ കംപ്രഷൻ ടൂൾസ്, ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ അതൊക്കെയാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ജസ്റ്റ് ഒന്ന് നോക്കുക. സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ അത്രേ ഉള്ളൂ. ദെൻ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഇതിൽ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ഡിഫൈൻസ് 4 freedoms ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഫ്രീഡം 0, ഫ്രീഡം 1, ഫ്രീഡം 2, ഫ്രീഡം 3 ചോദിക്കാറുണ്ട്. ഫ്രീഡം 0, ഫ്രീഡം ടു റൺ പ്രോഗ്രാം. ഫ്രീഡം 1, ഫ്രീഡം ടു സ്റ്റഡി ഹൗ പ്രോഗ്രാം വർക്ക്സ്. ഫ്രീഡം 2, ഫ്രീഡം ടു ഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ്. ഫ്രീഡം 3, ഫ്രീഡം ടു ഇംപ്രൂവ് ദ പ്രോഗ്രാം. ഇത്രയായാലും നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഈസി ആയിട്ടുള്ള വരികൾ പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് നോക്കേണ്ടത് ഫ്രീവെയർ ആൻഡ് ഷെയർവെയർ ആണ്. ഫ്രീവെയർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ദാറ്റ് എനിവൺ ക്യാൻ ഡൗൺലോഡ് ഫ്രം ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം, ഉപയോഗിക്കുകയും ചെയ്യാം. ദാറ്റ് ഇസ് ഫ്രീവെയർ. ഷെയർവെയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ മേടിക്കുന്നതിന് മുമ്പേ യൂസേഴ്സിന് അതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ഒരു ചാൻസ് കൊടുക്കും. ഫ്രീവെയറിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഫ്രീ ആണ്. എന്നാൽ ഷെയർവെയറിൻ്റെ എല്ലാ ഫീച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല. അത് യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം പർച്ചേസ് ചെയ്യണം. ഫ്രീവെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാംസ് നമുക്ക് ഫ്രീ ആയിട്ട് വിൽക്കലല്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഷെയർവെയറിൻ്റെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓതറിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിലാണ് അത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി ഓഫ് ഡെവലപ്പർ ആണ്. അത് കോപ്പി ചെയ്യാനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. ലൈസൻസിങ് എഗ്രിമെൻറ്റ്സ് ഉണ്ട് അതിനൊക്കെ. എക്സാമ്പിൾ MS ഓഫീസ്, മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മാക് OS ഒക്കെയാണ്. ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകളെയാണ് ഹ്യൂമൻ വെയർ അല്ലെങ്കിൽ ലൈവ് വെയർ എന്ന് പറയാം. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഹ്യൂമൻ വെയറിലെ എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സ്, സിസ്റ്റം മാനേജേഴ്സ്, സിസ്റ്റം അനലിസ്റ്റ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ് ഇതൊക്കെയാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ മെയിൻലി ചോദിച്ചു കണ്ടേക്കുന്ന ക്വസ്റ്റ്യൻസ്. താങ്ക് യു.